ജീവിതത്തിൽ നമ്മൾ തോൽക്കുമ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ചിന്തിക്കേണ്ടതെന്ന് ഈ ലോകത്തിനോട് പറഞ്ഞ ആളാണ് മിസ്റ്റർ നിക് വോജേക്ക്. 1982 ഓസ്ട്രേലിയയിൽ ജനിക്കുമ്പോൾ തന്നെ നിക്കിന് കൈയും കാലും ഇല്ലായിരുന്നു. ഡോക്ടേഴ്സും നിക്കിന് ഇനി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും നിക്കിന്റെ പാരന്റ്സ് ഒരു കുറവും ഇല്ലാണ്ട് നിക്കിനെ വളർന്നു. കുറച്ച് വർഷത്തിലെ നിക്കിന്റെ ബ്രദറും സിസ്റ്ററും ഒരു കുറവും ഇല്ലാണ്ട് വളർന്നു വരുന്നത് ശ്രദ്ധിച്ചപ്പോൾ നിക്കിന്റെ കുറവുകൾ മനസ്സിലാവാൻ തുടങ്ങി. സ്കൂളിൽ പോയി എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചു. അവിടെ നിക്കിനെ അവോയ്ഡ് ചെയ്യും കളിയാക്കാനും ചെയ്യും. നിക്കിന്റെ അമ്മയോട് വന്ന് കരയാത്ത ദിവസങ്ങളില്ലായിരുന്നു. ഒരു ദിവസം നമ്മൾ ജീവിക്കുന്ന വേസ്റ്റാന്ന് തോന്നി വീട്ടിലുള്ള ബാത്തബിൽ പോയിട്ട് നിക്ക് സൂസൈഡ് ചെയ്യാൻ നോക്കി. ഭാഗ്യവശാൽ നിക്കിന്റെ പാരന്റ്സ് നിക്കിനെ രക്ഷപ്പെടുത്തി നിക്കിനോട് പറഞ്ഞത്, നീ നിന്നെ കുറവുകളുള്ള ആളായിട്ടാണ് നോക്കുന്നത്, പക്ഷെ ഞങ്ങൾ നിന്നെ സ്പെഷ്യലായിട്ട് നോക്കുന്നു. ഇതുപോലെ എപ്പോൾ നീ നിന്നെ നോക്കുന്നോ അന്ന് ഈ ലോകം നിന്നെ ആഘോഷിക്കുന്നു. അടുത്ത ദിവസം മുതൽ നിക്ക് മറ്റുള്ള കുട്ടികൾ പറയുന്നതൊന്നും മൈൻഡിലാക്കാണ്ട് പഠിക്കാൻ തുടങ്ങി. ഇനി ഗോൾഫ്, ഫുട്ബോൾ അങ്ങനെ കുറേ കളികൾ പഠിച്ച് കളിക്കാൻ തുടങ്ങി. ഇത് കണ്ട് നിക്കിന്റെ സ്കൂളിൽ നിക്കിന്റെ 17ാമത്തെ വയസ്സിൽ സ്റ്റേജിലേക്ക് സംസാരിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. നിക്ക് ഞാൻ എന്ത് സംസാരിക്കുന്നു പറഞ്ഞപ്പോൾ സ്കൂളിന്റെ വാച്ച്മാൻ പറഞ്ഞത്, നീ നിന്റെ ലൈഫ് സ്റ്റോറിയെ കുറിച്ച് സംസാരിക്കുന്നു. 17ാമത്തെ വയസ്സിൽ ഫസ്റ്റ് ടൈം മൈക്കും പിടിച്ച് സ്റ്റേജിൽ നിക്കിന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ണും നിറഞ്ഞ് കൈയടിച്ചു. അന്ന് നിക്ക് തീരുമാനിച്ച് ഈ ലോകത്തുള്ള എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യണമെന്ന്. കുറെ ലേൺ ചെയ്ത് സ്കൂൾ കോളേജ് മാത്രമല്ലാണ്ട് ഓർഫിനേജ്, ജയിൽ, യുദ്ധം നടന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ് ഈ ലോകത്തിലുള്ള കുറെ കൺട്രീസിൽ പോയിട്ട് നിക്കിന്റെ മോട്ടിവേഷൻ സ്പീച്ച് കൊടുത്തു. നിക്ക് കുറെ ബുക്കിന്റെ ഓർത്തറാണ് ആൻഡ് ബെസ്റ്റ് മോട്ടിവേഷൻ സ്പീക്കറും കൂടിയാണ്. നിക്ക് ഒരു സ്കൂളിൽ മോട്ടിവേഷൻ സ്പീച്ച് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി നിക്കിനോട് ചോദിച്ചത് എങ്ങനെ തോൽവിന്ന് കടന്നു വരാമെന്ന്. അപ്പോൾ നിക്ക് സ്റ്റേജിൽ കാണിച്ചത്